നമസ്കാരം. ലോക ചരിത്രം സിലബസ് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു, അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിപ്ലവങ്ങൾ പഠിക്കുമ്പോൾ അതിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവമാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കണം. പുതിയ SCERT പുസ്തകങ്ങളെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആ ഭാഗം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി ചേരുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ലോക ചരിത്രത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പുസ്തകം. അത് 72 പേജുകൾ മാത്രമുള്ള പുസ്തകമാണ്. A5 സൈസാണ്, വളരെ ചെറിയ ഒരു പുസ്തകമാണ്. 72 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2-3 മണിക്കൂർ കൊണ്ട് മൊത്തം കാര്യങ്ങളും വായിച്ച് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകം. ഇവിടെ നിന്ന് 1-2 മാർക്ക് കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാമോ അത്രത്തോളം നല്ലത്. ആ ഒരു രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അതുപോലെ തന്നെ ഈ പുസ്തകത്തിനകത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. പേയ്മെൻറ്റ് നിങ്ങൾ എന്തായാലും നമ്മുടെ UPI ID വഴിയേ അയക്കാവൂ. ഏതെങ്കിലും ഈ പറഞ്ഞ ഫോൺ നമ്പറിലൂടെയോ അല്ലെങ്കിൽ QR കോഡ് വഴിയോ പേയ്മെൻറ്റ് അയക്കരുത്. അതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമിയുടെ ഒരു UPI ID ഉണ്ട്, QR.asta.ac@SIB. ആസ്ഥ AC എന്ന് പറയുമ്പോൾ ആസ്ഥ അക്കാഡമി, അതിൻ്റെ ചുരുക്കെഴുത്താണ് AC @SIB. ഇതുവഴി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, പേയ്മെൻറ്റ് ചെയ്യാവൂ. അല്ലാതെയുള്ള പേയ്മെൻറ്റുകൾക്ക് ആസ്ഥ അക്കാഡമി ഉത്തരവാദി ആയിരിക്കത്തില്ല. എന്തായാലും നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജി സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 അല്ലേ. 1789 ലോകത്തിനെ മാറ്റിമറിച്ച ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു വലിയ ആശയമുണ്ട്, സമത്വം, ഈക്വാലിറ്റി എന്നുള്ള ആശയം ലോകത്ത് വൻതോതിൽ എല്ലാ ഭാഗത്തും പ്രചരിക്കപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. അപ്പോൾ ഈക്വാലിറ്റി എന്നുള്ള ആശയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 എന്ന് പറഞ്ഞാൽ അത് 18ാം നൂറ്റാണ്ടിലാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിലാണ് അല്ലേ. ഫ്രഞ്ച് വിപ്ലവം ഒരു ബൂർഷ്വാ വിപ്ലവമാണെന്ന് ഞാൻ ഒരു പ്രസ്താവന നൽകുന്നു. ഫ്രഞ്ച് വിപ്ലവം ഒരു ബൂർഷ്വാ വിപ്ലവമാണ്. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം ഒരു ബൂർഷ്വാ വിപ്ലവമാണ്. ആ പ്രസ്താവന ശരിയാണ്. നമ്മൾ നേരത്തെ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു, അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. അത് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ആ 2 വിപ്ലവങ്ങളും എങ്ങനെയുള്ള വിപ്ലവമാണ്? ബൂർഷ്വാ വിപ്ലവമാണ്. എന്തുകൊണ്ടാണ് ആ വിപ്ലവങ്ങളെ നമ്മൾ ബൂർഷ്വാ വിപ്ലവം എന്ന് തരംതിരിച്ചത്? ആ വിപ്ലവത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിലെ ഒരു മധ്യവർഗമായിരുന്നു അല്ലെ. സമൂഹത്തിലെ ഏറ്റവും മുകളിലുള്ള ആൾക്കാരല്ല, ഏറ്റവും താഴെയുള്ള ആൾക്കാരുമല്ല, അതിനിടയ്ക്കുള്ള ഒരു മധ്യവർഗമായിരുന്നു ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിനും അമേരിക്കൻ വിപ്ലവത്തിനും കാരണക്കാരായത്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിനും കാരണക്കാരായത് സമൂഹത്തിലെ ഒരു മധ്യവർഗമാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവവും എങ്ങനെയുള്ള വിപ്ലവമാണ്? ഒരു ബൂർഷ്വാ വിപ്ലവമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കൂട്ടുകാർക്കറിയാം. അത് ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. ഇതുപോലെ ഒരു മുദ്രാവാക്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല
എന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കേട്ട മുദ്രാവാക്യമാണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കേട്ട മുദ്രാവാക്യമാണ് അല്ലെ, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ബൂർബൺ രാജവംശമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതാണ് എന്ന് ചോദിച്ചാൽ ബൂർബൺ രാജവംശമാണ്. നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ വിപ്ലവം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവർട്ട് രാജവംശമായിരുന്നു അല്ലെ. ജെയിംസ് ഫസ്റ്റ്, ചാൾസ് ഫസ്റ്റ്, ചാൾസ് സെക്കൻഡ്, ജെയിംസ് സെക്കൻഡ് പോലുള്ള രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു. അവരെല്ലാം സ്റ്റുവർട്ട് രാജാക്കന്മാരായിരുന്നു. ഇവിടെ ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ഏതെന്ന് ചോദിച്ചാൽ അത് ബൂർബൺ രാജാക്കന്മാരാണ്. ഇനി അവിടെ ആ ബൂർബൺ രാജാക്കന്മാരിൽ പ്രസിദ്ധരായിട്ടുള്ള ചില രാജാക്കന്മാരുണ്ട്, നിങ്ങൾക്കറിയാം. ഒന്ന് ലൂയി 14. ലൂയി 14 ശേഷം അടുത്ത ഭരണാധികാരി ലൂയി 15. ലൂയി 15. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഭരണാധികാരി ലൂയി 16. ഈ ലൂയി 16 ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ലൂയി 16 അദ്ദേഹത്തെ പിന്നീട് വിചാരണ ചെയ്ത് വിപ്ലവകാരികൾ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ട ബൂർബൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലൂയി 16 എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ലൂയി 14. ലൂയി 14മായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്. ഞാനാണ് രാഷ്ട്രം. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ബൂർബൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ലൂയി 14. ആരാണ്? ലൂയി 14. അതുപോലെ ലൂയി 15 വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്. ആ ഉദ്ധരണി എന്ന് പറയുന്നത് ഇതാണ്: എനിക്ക് ശേഷം പ്രളയം. ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ബൂർബൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ലൂയി 15. ലൂയി 15, എനിക്ക് ശേഷം പ്രളയം. അതുപോലെ ലൂയി 16 വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമുണ്ട്: ഐ ഡൈ ഇന്നസെന്റ്. ഐ ഡൈ ഇന്നസെന്റ്. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം വിപ്ലവകാരികൾ ആരെ വധിക്കും? ലൂയി 16 വധിക്കും. ലൂയി 16 വധിക്കുന്നതിന് തൊട്ട് മുമ്പ് ലൂയി 16 പറയുന്ന കാര്യമാണ്: ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ നിഷ്കളങ്കനായിട്ടാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഐ ഡൈ ഇന്നസെന്റ് എന്ന് പറയുന്നത് ഏത് ബൂർബൻ ഭരണാധികാരിയുടെ അവസാന വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ അത് ലൂയി 16 അവസാന വാക്കുകളാണ്. അപ്പോൾ ആ പറഞ്ഞ ഉദ്ധരണികളെല്ലാം ശ്രദ്ധിച്ചു വെക്കണം. ഞാനാണ് രാഷ്ട്രം ലൂയി 14, എനിക്ക് ശേഷം പ്രളയം ലൂയി 15, ഐ ഡൈ ഇന്നസെന്റ് ലൂയി 16. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിലെ ഒരു രാജ്ഞിയെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം: മേരി അന്റോയിനത്ത്. മേരി അന്റോയിനത്ത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ലൂയി 16 ഉണ്ടല്ലോ, ലൂയി 16 ഭാര്യയാണ് ആര്? മേരി അന്റോയിനത്ത്. വളരെ ദൂർത്തടിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണക്കാരി എന്ന് കൂടി പറയാവുന്ന ഫ്രാൻസിലെ ഒരു രാജ്ഞിയാണ് മേരി അന്റോയിനത്ത്. മേരി അന്റോയിനത്ത് ആരുടെ ഭാര്യയാണ്? ലൂയി 16 ഭാര്യയാണ്. അവരുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്: റൊട്ടി ഇല്ലെങ്കിൽ എന്താ, ഇവിടെ ധാരാളം കേക്കുകളുണ്ടല്ലോ. റൊട്ടി ഇല്ലെങ്കിൽ എന്താ, ധാരാളം കേക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാധാരണക്കാർ, ഫ്രാൻസിലെ സാധാരണക്കാരൊക്കെ, ഫ്രാൻസിലെന്നല്ല പൊതുവിൽ യൂറോപ്പിലെ സാധാരണക്കാരുടെയൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത് റൊട്ടിയാണ്. വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് അവർക്ക് റൊട്ടി കിട്ടും. അപ്പോൾ റൊട്ടിയാണ് സാധാരണക്കാരുടെ ഭക്ഷണം. പക്ഷേ ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലത്ത്
ഫ്രാൻസിൽ ഭയങ്കരമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ ഫ്രാൻസിലെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? ഒരു ദിവസം കൊട്ടാരത്തിലോട്ട് ഒരു മാർച്ച് നടത്തി. അതായത് ലൂയി 16 കൊട്ടാരത്തിലോട്ടൊരു മാർച്ച് നടത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് രാജ്ഞി അന്വേഷിക്കുകയും അത് റൊട്ടി ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത സമയത്ത് അവർ പറഞ്ഞ കാര്യമാണ്, റൊട്ടി ഇല്ലെങ്കിൽ എന്താ ഇവർക്ക് കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ച വിഡ്ഢിയായിട്ടുള്ള ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു ഫ്രാൻസിലെ രാജ്ഞിയായിരുന്നു ആര്? മേരി അന്റോയിനത്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം. റൊട്ടിക്ക് കുറച്ച് കാശ് കൊടുത്താൽ മതി, അതേസമയം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശ് കൊടുക്കണം. മനസ്സിലായില്ലേ? ചോറില്ലെങ്കിൽ എന്താ കുഴിമന്തി ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു ചോദ്യമാണത്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കണം, മേരി അന്റോയിനത്ത്. ഇനി അതുമായിട്ട് വേറൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഡയമണ്ട് നെക്ലേസ് വിവാദം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയമണ്ട് നെക്ലേസ് വിവാദം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ മേരി അന്റോയിനത്ത് എന്ന് പറയുന്ന രാജ്ഞി, അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിവാദമാണ് ഏത്? ഡയമണ്ട് നെക്ലേസ് വിവാദം. ആ വിവാദം എന്താണെന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നില്ല, അത് പരീക്ഷയ്ക്ക് ഗുണം ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ സമയം ഒരുപാട് കളയുകയും ചെയ്യും, അതുകൊണ്ട് അതിനകത്തോട്ട് വരുന്നില്ല. പക്ഷേ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അപ്പോൾ ഡയമണ്ട് നെക്ലേസ് വിവാദം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മേരി അന്റോയിനത്ത് എന്ന് പറയുന്ന ഫ്രാൻസിലെ റാണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡയമണ്ട് നെക്ലേസ് വിവാദം. ഇനി അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിനുള്ള കാരണമായിട്ട് നെപ്പോളിയൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഫ്രാൻസിൽ അധികാരത്തിൽ വരുന്ന ഒരാളാണ് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിസ്ഥാന കാരണം ഡയമണ്ട് നെക്ലേസ് വിവാദമാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണമായിട്ട് ഡയമണ്ട് നെക്ലസ് വിവാദത്തെ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. നമ്മളിപ്പോൾ ഒരു വിവാദം പഠിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി. ഡയമണ്ട് നെക്ലസ് വിവാദം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലം എന്ത്, കാരണങ്ങൾ എന്ത് എന്ന് നോക്കിയാൽ ഒന്നാമത്തെ കാരണം ഈ ഭരിച്ച ബൂർബൻ രാജാക്കന്മാരാണ്. ആ ബൂർബൻ രാജാക്കന്മാർ ശരിക്കും അഴിമതിയും ധൂർത്തും നിറഞ്ഞ ഒരു ഭരണമാണ് കാഴ്ചവെച്ചിരുന്നത്. അതായത് ഒട്ടും കാര്യക്ഷമത രാജ്യഭരണത്തിൽ അവർ കാണിച്ചിരുന്നില്ല. അപ്പോൾ കാര്യപ്രാപ്തിയില്ലാത്ത രാജാക്കന്മാർ, അതോടൊപ്പം തന്നെ ധൂർത്തും അഴിമതിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് യുദ്ധക്കൊതിയന്മാരാണ്. ഏത് സമയവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമവും അതുപോലെ തന്നെ ഖജനാവ് കാലിയുമായിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് അത് കൂടുതൽ സാമ്പത്തിക ഭാരം ഉണ്ടാക്കി. ഈ കൂടുതൽ സാമ്പത്തിക ഭാരം രാജാവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ നികുതികൾ രാജ്യത്ത് ഏർപ്പാടാക്കി. കൂടുതൽ നികുതികൾ രാജ്യത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് അത് താങ്ങാൻ കഴിയാതെ വരും. അപ്പോൾ നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടിയ ഫ്രാൻസിലെ സാധാരണക്കാർക്ക് പിന്നെ മറ്റൊരു വഴിയില്ലായിരുന്നു. രാജാവിനെതിരെ തിരിയുക, ഒരു വിപ്ലവത്തിലോട്ട് പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായിട്ട് ഭവിച്ചത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് പറയാം ബൂർബൻ രാജാക്കന്മാരുടെ വഴിവിട്ട ഭരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് യുദ്ധക്കൊതി, പിന്നെ അത് കഴിഞ്ഞിട്ട് ധൂർത്തും അഴിമതിയും, പിന്നെ അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ നികുതി ഭാരം സാധാരണക്കാരന് താങ്ങാൻ പറ്റാതായി പോയ സാഹചര്യം. നികുതി ഭാരം കൂടുതലും അനുഭവിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. ഫ്രാൻസിൽ നമ്മൾ പറയും, ഫ്രാൻസിൽ അന്ന് 3 എസ്റ്റേറ്റുകളുണ്ട്. ഫ്രഞ്ച് സമൂഹത്തിനെ 3 എസ്റ്റേറ്റുകളായിട്ട് അന്ന് തരംതിരിച്ചിരുന്നു. ഏറ്റവും ഉയർന്ന എസ്റ്റേറ്റ്, അതായത് ഏറ്റവും വരേണ്യ വർഗം എന്ന് പറയുന്നത് പുരോഹിത വർഗമാണ്. അതിന് താഴെ പ്രഭുവർഗം, അതിന് താഴെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ അവിടെ 1ഉം 2ഉം എസ്റ്റേറ്റിലുള്ള ആൾക്കാർ പലപ്പോഴും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അപ്പോൾ നികുതി ഭാരം മുഴുക്കയും ആരുടെ തോളിലായിരുന്നു? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ തോളിലായിരുന്നു. അപ്പോൾ അവരാണ് എന്തിന് കോപ്പ് കൂട്ടിയത്? വിപ്ലവത്തിനുള്ള ശ്രമം നടത്തിയതും പിന്നീട് വിജയിക്കുന്നതും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിനുള്ള കാരണത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു, നികുതി ഭാരമാണ്
ഫ്രഞ്ച് വിപ്ലവത്തിലോട്ട് നയിച്ച ഒരു കാരണം അല്ലെ. അന്ന് ഫ്രഞ്ച് സമൂഹത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള നികുതികളുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. SCERTയുടെ പുതിയ പുസ്തകത്തിൽ അത്തരത്തിലുള്ള നികുതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ നികുതികളെ കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. നോക്ക്, ഒരു നികുതി തൈൽ എന്ന് പറയുന്ന നികുതി ഫ്രഞ്ച് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന നികുതികളാണ്. തൈൽ എന്ന് പറയുന്ന നികുതി സാധാരണക്കാരൻ കർഷകൻ നൽകേണ്ടിയിരുന്ന നികുതിയാണ്. ആർക്ക് നൽകുന്ന നികുതി? ചക്രവർത്തിക്ക് നൽകേണ്ടിയിരുന്ന നികുതി. അപ്പോൾ ഫ്രാൻസിലെ കർഷകർ, കൃഷിഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകർ ചക്രവർത്തിക്ക് നൽകേണ്ടിയിരുന്ന നികുതിയാണ് ഏത്? തൈൽ എന്ന് പറയുന്ന നികുതി. ഇനി അത് കഴിഞ്ഞിട്ട് ടൈത് എന്ന് പറയുന്ന നികുതി. ടൈത് എന്ന് പറയുന്ന നികുതി ഇപ്പോൾ പുരോഹിതന്മാരുടെ കൃഷിഭൂമിയിൽ കർഷകർ കൃഷി ചെയ്താൽ പുരോഹിതന് നൽകേണ്ടിയിരുന്ന നികുതിയാണ് ഏത്? ടൈത്. അപ്പോൾ ടൈത് നികുതി ആര് നൽകിയതാണ്? കർഷകർ നൽകിയതാണ്. ആർക്കാണ് നൽകുന്നത്? പുരോഹിതന് നൽകുന്ന നികുതിയാണ്. അതേസമയം തൈൽ എന്ന് പറയുന്ന നികുതിയോ? തൈൽ എന്ന് പറയുന്ന നികുതി കർഷകർ രാജാവിന് നൽകിയിരുന്ന നികുതി. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഗബല്ല. ഗബല്ല എന്ന് പറയുന്നത് എന്താണ്? ഉപ്പ് നികുതിയാണ്. ഫ്രഞ്ച് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉപ്പ് നികുതി, ആ നികുതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗബല്ല. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിലുണ്ടായിരുന്ന ഉപ്പ് നികുതിയാണ് ഏത്? ഗബല്ല. അപ്പോൾ ആ 3 നികുതികളും തരംതിരിച്ച് പഠിച്ചു വയ്ക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പിയേഷ് എന്ന് പറയുന്നതും ഒരു തരം നികുതിയാണ്. അതായത് ഫ്രാൻസിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പാലങ്ങളോ റോഡോ ഉപയോഗിക്കുമ്പോൾ പ്രഭുക്കന്മാർക്ക് നൽകേണ്ടിയിരുന്ന നികുതിയാണ് പിയേഷ്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിൽ സാധാരണക്കാർ പാലമോ അതുപോലെ തന്നെ റോഡോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രഭുക്കന്മാർക്ക് നൽകേണ്ടിയിരുന്ന നികുതിയാണ് ഏത്? പിയേഷ് എന്ന് പറയുന്ന നികുതി. ഇനി അത് കഴിഞ്ഞിട്ട് ടെറാഷ് എന്ന് പറയുന്ന നികുതി കർഷകർ വിളവെടുപ്പ് സമയത്ത് പ്രഭുക്കന്മാർക്ക് നൽകേണ്ടിയിരുന്ന നികുതിയാണ് ഏത്? ടെറാഷ് എന്ന് പറയുന്ന നികുതി അല്ലെ. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. പിയേഷ് എന്ന് പറയുന്നത് പാലം, റോഡ് പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ സാധാരണക്കാര് പ്രഭുക്കന്മാർക്ക് നൽകേണ്ടിയിരുന്ന ചുങ്കമാണ്, ടാക്സ് ആണ്. ഏത്? അതാണ് പിയേഷ് അല്ലെ. പി ഓർത്തിട്ട് പാലം എന്ന് ഓർത്തിരുന്നാൽ മതി. ടെറാഷ് എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് സമയത്ത് കർഷകർ പ്രഭുക്കന്മാർക്ക് നൽകേണ്ടിയിരുന്ന നികുതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു നികുതിയുണ്ട്, ബെൻവിൻ എന്ന് പറയുന്ന നികുതി. ബെൻവിൻ എന്ന് പറയുന്ന നികുതി വീഞ്ഞുമായി ബന്ധപ്പെട്ട നികുതിയാണ്. ഫ്രാൻസിൽ ഒരു സാധാരണക്കാരൻ വീഞ്ഞുണ്ടാക്കിയാൽ അതിന് എന്ത് ചെയ്യണം? നികുതി നൽകണം. ബെൻവിൻ എന്ന് പറയുന്ന നികുതി ആർക്ക് നൽകണം? പ്രഭുക്കന്മാർക്ക് നൽകണം. അപ്പോൾ വീഞ്ഞുണ്ടാക്കുമ്പോൾ ആ വീഞ്ഞുണ്ടാക്കുന്ന പ്രദേശം ഏത് പ്രഭുവിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണോ ആ പറഞ്ഞ പ്രഭുവിന് എന്താണ്? വീഞ്ഞ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു നികുതി നൽകേണ്ടിയിരുന്നു. ആ നികുതിയാണ് എന്തെന്ന് പറയുന്നത്? ബെൻവിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ബെൻവിൻ നികുതി, വീഞ്ഞുമായി ബന്ധപ്പെട്ട നികുതി. ഇനി അത് കഴിഞ്ഞിട്ട് കോർവി അല്ലെങ്കിൽ കോവി, ആർ ചിലപ്പോൾ സൈലന്റ് ആക്കി പറയും. അങ്ങനെയാണെങ്കിൽ കോവി അല്ലെങ്കിൽ കോർവി, CORVEE, കോർവി അല്ലെങ്കിൽ കോവി എന്ന് പറഞ്ഞിട്ട് ഒരു ഈ പറഞ്ഞ കസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ വർഷത്തിൽ 2-3 ദിവസം കർഷകർ പ്രഭുവിൻ്റെ പുരയിടത്തിൽ എന്താണ്? സൗജന്യമായിട്ട് പണിയെടുക്കണം. അതിനെയാണ് ഏതെന്ന് വിളിക്കുന്നത്? കോവി അല്ലെങ്കിൽ കോർവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ വിപ്ലവങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. ഇപ്പോഴ് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത്, അതായത് 10ാം ക്ലാസ്സിലെ പുതിയ SCERT പുസ്തകത്തിനകത്ത് ഒരു വിപ്ലവത്തെക്കുറിച്ച് മാത്രമേ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ സാധാരണക്കാരൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം സാധാരണക്കാരന് വലിയ ഭാരമാണ് നൽകിയിരുന്നത്. അപ്പോൾ ഈ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവൻ്റെ എന്താണ് ഈ പറഞ്ഞ ഒരു ശ്രമമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിലെ ഓരോരോ കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. ഞാൻ പറഞ്ഞു ഖജനാവ് കാലിയാണ്. ഖജനാവിലൊന്നുമില്ല. ലൂയി 16 രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഖജനാവ് കാലിയാണ്. എത്ര നികുതി കൂട്ടിയിട്ടും രാജാവിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ ലൂയി 16 പാർലമെന്റ് വിളിച്ചു കൂട്ടുകയാണ്. സ്റ്റേറ്റ് ജനറൽ, അതായത് ഫ്രഞ്ച് പാർലമെന്റ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ്.
വേറെ രസം എന്താണെന്ന് ചോദിച്ചാൽ 175 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇപ്പോൾ പാർലമെന്റ് വീണ്ടും വിളിച്ചു കൂട്ടുന്നത്. 175 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഫ്രാൻസ് വല്ലാത്ത കടക്കണിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജാവിന് പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നു? പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. ഏത് രാജാവ്? ലൂയി 16. എത്ര വർഷങ്ങൾക്ക് ശേഷം? 175 വർഷങ്ങൾക്ക് ശേഷം പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. ആ പാർലമെന്റിൽ 3 എസ്റ്റേറ്റിലും പെട്ട ആൾക്കാരുണ്ട്. 3 എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു. ഏറ്റവും ഉയർന്ന വിഭാഗം, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം പുരോഹിതന്മാർ ഉൾക്കൊള്ളുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എസ്റ്റേറ്റ് ആര്? പ്രഭുക്കന്മാർ ഉൾക്കൊള്ളുന്ന സെക്കൻഡ് എസ്റ്റേറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണക്കാർ ഉൾക്കൊള്ളുന്ന അടിസ്ഥാന വിഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ്. അങ്ങനെ ഈ പറഞ്ഞ 3 എസ്റ്റേറ്റും ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ് ജനറൽ, അതായത് ഫ്രഞ്ച് പാർലമെന്റ് 175 വർഷങ്ങൾക്ക് ശേഷം ലൂയി 16 വിളിച്ച് കൂട്ടുകയാണ്. 1789 ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ വിളിച്ചു കൂട്ടിയ സമയത്ത് ഈ പറഞ്ഞ 3 എസ്റ്റേറ്റുകളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാദപ്രതിവാദം നടന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദം നടന്നപ്പോഴത്തേക്കും ചക്രവർത്തി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ലൂയി 16 എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, 3-ാം എസ്റ്റേറ്റിലെ ആൾക്കാരെ മൊത്തം പാർലമെന്റിൽ നിന്ന് എന്ത് ചെയ്തു? വെളിയിലാക്കി. അങ്ങനെ വെളിയിലാക്കപ്പെട്ട 3-ാം എസ്റ്റേറ്റിലെ ആൾക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവർ തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി. ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടിക്കൊണ്ട് അവരൊരു പ്രതിജ്ഞ എടുത്തു. അതായത് ഫ്രാൻസിൽ ഒരു ലിഖിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ, ഫ്രാൻസ് റിപ്പബ്ലിക് ആകുന്നത് വരെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ആ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് 1789. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം നടക്കുന്ന 1789. അതിനെ തുടർന്നുണ്ടായ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഏത് കൊല്ലമാണ്? 1789. ഏത് ദിവസം? ജൂൺ 20. 1789 ജൂൺ 20. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഫ്രഞ്ച് വിപ്ലവം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ പറഞ്ഞ 3-ാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ അല്ലെ, ആ ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി പ്രതിജ്ഞ എടുത്തു. അതോടൊപ്പം തന്നെ അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ശരിയായിട്ടുള്ള ദേശീയ അസംബ്ലി. ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ശരിയായിട്ടുള്ള ദേശീയ അസംബ്ലി. കാരണം ഫ്രഞ്ച് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് 90% പേരും തേർഡ് എസ്റ്റേറ്റിൽ ഉൾക്കൊള്ളുന്നവരാണ്. 1-2 എസ്റ്റേറ്റിലായിട്ട് ഏതാണ്ട് 10% ആൾക്കാരേ ഉള്ളൂ. 90% ആൾക്കാരും സാധാരണക്കാരാണ്. അപ്പം ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ശരിക്കുള്ള ദേശീയ അസംബ്ലി. 1-2 എസ്റ്റേറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരാം എന്നും അന്ന് അവർ പറഞ്ഞു. അതനുസരിച്ച് 1-2 എസ്റ്റേറ്റിലെ ചില ആൾക്കാരൊക്കെ ഈ പറഞ്ഞ 3-ാം എസ്റ്റേറ്റിനോടൊപ്പം ചേരുകയും ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ ഈ വിപ്ലവകാരികൾ, അതായത് 3-ാം എസ്റ്റേറ്റിലെ ആൾക്കാർ ചെറിയ തോതിൽ സംഘടിക്കാനും പ്രതിഷേധിക്കാനുമായിട്ട് തുടങ്ങി. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബാസ്റ്റൈൽ കോട്ട ആക്രമണമാണ്. അതായത് 3-ാം എസ്റ്റേറ്റിലെ ആൾക്കാർ ക്ഷുഭിതരായിട്ട് ബാസ്റ്റൈൽ കോട്ട ആക്രമിക്കുന്നു. ബാസ്റ്റൈൽ കോട്ട എന്ന് പറയുന്നത് ബൂർബൻ രാജവംശത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന ഫ്രാൻസിലെ ഒരു കോട്ടയാണ്. ഇപ്പോൾ അതൊരു ജയിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം 1789 ജൂലൈ 14 1789 ജൂലൈ 14 ഈ 3-ാം എസ്റ്റേറ്റിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? ബാസ്റ്റൈൽ കോട്ട ആക്രമിക്കുന്നു. ഞാൻ പറഞ്ഞു അതിപ്പോൾ ജയിലാണ്. ആ ജയിലിൽ കിടന്ന ആൾക്കാരെ എല്ലാവരെയും തുറന്നു വിടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കമായിട്ട് ചരിത്രകാരന്മാർ പറയുന്ന സംഭവം. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതിനുശേഷം ജൂലൈ 14 നടന്ന സംഭവമാണ് ബാസ്റ്റൈൽ കോട്ട ആക്രമണം. ബാസ്റ്റൈൽ കോട്ട ആക്രമണം അത് ശ്രദ്ധിച്ചോണം. ജൂലൈ 14 ഇന്ന് ഫ്രാൻസിന്റെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏതാണ്? ജൂലൈ 14. ഇന്ന് ഫ്രാൻസിന്റെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂലൈ 14. അന്ന് ആ ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പോൾ ബാസ്റ്റൈൽ കോട്ട ആക്രമിക്കപ്പെട്ട ദിവസമാണ്. അപ്പോൾ അടുത്ത ഒരു സംഭവം അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 1789 ഓഗസ്റ്റ് 12
ഫ്രഞ്ച് വിപ്ലവത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. അതായത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. അതായത് മൂന്നാം എസ്റ്റേറ്റിലെ ആൾക്കാർ അല്ലെങ്കിൽ വിപ്ലവകാരികൾ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. നിങ്ങൾക്കറിയാം, ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ഒരുപാട് ചിന്തകരുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരു ചിന്തകനാണ്, നിങ്ങൾക്കറിയാം ആരാണ്? റൂസോ, അല്ലെ? അപ്പോൾ റൂസോ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്കറിയാം, മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, പക്ഷെ ഇന്നവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്ന ചിന്തകൻ റൂസോയാണ്, അല്ലെ? ആ റൂസോയുടെ വാചകങ്ങൾ അല്ലെങ്കിൽ റൂസോയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. ആ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു ആര്? മൂന്നാം എസ്റ്റേറ്റിലെ ആൾക്കാർ. അത് 1789 ഓഗസ്റ്റ് 12. അപ്പോൾ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 1789 ഓഗസ്റ്റ് 12. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനകത്തുള്ള ആശയങ്ങൾ ആരുടേതാണ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ആരുടേതാണ്? ജീൻ ജാക്വസ് റൂസോയുടേതാണ്. ആരുടേതാണ്? റൂസോയുടെ ആശയങ്ങളാണ്. നമ്മൾ നേരത്തെ അമേരിക്കൻ വിപ്ലവം പഠിച്ചു. അമേരിക്കൻ വിപ്ലവത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ആശയം ആരുടേതാണ്? നമ്മൾ ആ സമയത്ത് പഠിച്ചതാണ്. അത് ജോൺ ലോക്കിന്റെ ആശയമാണ്. ആരുടെയാണ്? ജോൺ ലോക്ക്. ബ്രിട്ടീഷ് ചിന്തകനായിട്ടുള്ള ജോൺ ലോക്കിന്റെ ആശയങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനകത്തുള്ളത് ആരുടെ ആശയമാണ്? റൂസോയുടെ ആശയമാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണം. ജോൺ ലോക്ക് അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. അതേസമയം റൂസോ ഏതാണ്? ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, അതിനകത്തുള്ളത് റൂസോയുടെ ആശയമാണ്. ശരി, അപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? ആദ്യം പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. 175 വർഷങ്ങൾക്ക് ശേഷം 1789 ലൂയി 16 പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. മൂന്നാം എസ്റ്റേറ്റിനെ ചക്രവർത്തി പുറത്താക്കുന്നു. മൂന്നാം എസ്റ്റേറ്റ് ഒരു ടെന്നീസ് കോർട്ടിൽ കൂടി ഒരു പ്രതിജ്ഞ എടുക്കുന്നു, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതിനുശേഷം ബാസ്റ്റേൽ കോട്ട ആക്രമണം നടക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായിട്ട് അതിനെ കണക്കാക്കുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നു. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് 1789 ഓഗസ്റ്റിലാണ്, അല്ലെ? ആ പറഞ്ഞ 3 സംഭവങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 1792 സെപ്റ്റംബർ 21 1792 സെപ്റ്റംബർ 21 ഫ്രാൻസ് റിപ്പബ്ലിക്കായി. ഫ്രാൻസ് റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക്, ഇവിടെ നിങ്ങൾ റിപ്പബ്ലിക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നേരത്തെ രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, രാജഭരണം തീർന്നു, അതായത് രാജാവിൻ്റെ ഈ പറഞ്ഞ കഥ കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഫ്രാൻസ് റിപ്പബ്ലിക് ആയത്, ഫ്രഞ്ച് റിപ്പബ്ലിക് ആയത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1792 സെപ്റ്റംബർ 21. തുടർന്ന് ലൂയി 16 എന്ന് പറയുന്ന രാജാവിനെ എന്ത് ചെയ്യും? വിചാരണ ചെയ്യും. വിചാരണ ചെയ്ത് ലൂയി 16 എന്ത് ചെയ്യും? വധിക്കുകയും ചെയ്യും. അത് 1793. അത് വർഷം ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ആദ്യം പാർലമെന്റ് വിളിച്ചു കൂട്ടുന്ന ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഒരു ക്രമം മനസ്സിലാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബാസ്റ്റേൽ കോട്ട ആക്രമണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ ഒരു ക്രമം കൂടി ഓർത്തു വയ്ക്കണം. കാലഗണന പ്രകാരം ആദ്യം നടന്ന സംഭവം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ക്രമം കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. അങ്ങനെ ആര് വധിക്കപ്പെടുന്നു? ലൂയി 16 വധിക്കപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് പാർലമെന്റിലോട്ട് വരാം. അപ്പോൾ ഫ്രാൻസ് ഇപ്പോൾ റിപ്പബ്ലിക്കായി. ഇപ്പോൾ ഫ്രാൻസിലെ പാർലമെന്റ്, ആ ഫ്രാൻസിലെ പാർലമെന്റിൽ 2 പ്രബല വിഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് ജിറോണ്ടിസ്റ്റുകൾ, വേറൊന്ന് ജാക്കോബിനുകൾ. ജിറോണ്ടിസ്റ്റുകളും ജാക്കോബിനുകളും, അല്ലെ? ഇപ്പോൾ ഫ്രഞ്ച് പാർലമെന്റ് എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക്കായി കഴിഞ്ഞു. ഇവിടെ ആര് വധിക്കപ്പെട്ടു? ലൂയി 16 വധിക്കപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്രഞ്ച് പാർലമെന്റിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 പ്രബല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് പാർലമെന്റിൽ 2 പ്രത്യേക ഗ്രൂപ്പുകൾ. ഒന്ന് ജിറോണ്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്, വേറൊന്ന് ജാക്കോബിനുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇതിൽ ജാക്കോബിനുകളെ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കണം. ഫ്രഞ്ച് പാർലമെന്റിൽ ഉണ്ടായിരുന്ന വളരെ തീവ്രവാദപരമായിട്ടുള്ള നിലപാടുള്ള ഒരു ഗ്രൂപ്പാണ് ജാക്കോബിനുകൾ. അതായത് രാജഭരണത്തെ ഒട്ടും
ഒട്ടും അംഗീകരിക്കാത്ത വളരെ കർശനമായിട്ടുള്ള നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഏത്? ജാക്കോബിനുകൾ. അപ്പോൾ രണ്ട് ഗ്രൂപ്പുകളെ നിങ്ങൾ പരിചയപ്പെട്ടു. ഫ്രഞ്ച് പാർലമെന്റിനകത്തുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ജിറോണ്ടിസ്റ്റുകളും ജാക്കോബിനുകളും. വളരെ തീവ്ര സ്വഭാവമുള്ളത് ആരായിരുന്നു? ജാക്കോബിനുകളായിരുന്നു. പാർലമെന്റിൽ ജാക്കോബിനുകൾക്കായിരുന്നു മേധാവിത്വം. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളായിരുന്നു. അപ്പോൾ ഈ വിപ്ലവത്തിന് ശേഷം, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം പിന്നീട് ജാക്കോബിനുകളുടെ ഭരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് നടന്നത്. ശരിക്കും വിപ്ലവ സമയത്ത് കുറച്ച് പേര് കൊല്ലപ്പെട്ടു. ലാവോസിയെ പോലുള്ള ശാസ്ത്രജ്ഞൻ, അല്ലെ, രസതന്ത്രജ്ഞൻ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ലാവോസിയാണ്, അല്ലെ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കുറച്ച് പേര് കൊല്ലപ്പെട്ടു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം ജാക്കോബിനുകൾ ഫ്രാൻസിൽ ഭരണം പിടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ മേധാവിത്വം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. കാരണം പലതരത്തിലുള്ള സംശയങ്ങൾ കൊണ്ടാണ്. ഒരു വിപ്ലവം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രതിവിപ്ലവം പ്രതീക്ഷിക്കണം. ഒരു വിപ്ലവം നടന്നു കഴിഞ്ഞാൽ അതിന് എതിരായിട്ട് മറ്റൊരു വിപ്ലവത്തിനുള്ള സാധ്യതയുണ്ട്, ഒരു പ്രതിവിപ്ലവത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാക്കോബിനുകൾ നാട്ടുകാരെ മൊത്തം വളരെ സംശയത്തോടെയാണ് കണ്ടത്. ഏത് സമയവും ഇവർ തിരിച്ചടിക്കുമെന്നുള്ള സംശയത്തോടെ കണ്ടുകൊണ്ട് സംശയം തോന്നിയവരെയെല്ലാം അവർ ഈ പറഞ്ഞ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. അതിനെ നമ്മൾ പറയുന്നത് ഭീകരവാഴ്ച എന്നാണ്. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിൽ അരങ്ങേറിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റെയിൻ ഓഫ് ടെറർ അഥവാ ഭീകരവാഴ്ച. അതായത് ഫ്രാൻസിലെ ഭീകരവാഴ്ച എന്ന് പറയും. 1793-94 ഫ്രാൻസിലെ ഭീകരവാഴ്ച. ആ ഭീകരവാഴ്ചയ്ക്ക് കാരണക്കാരാരാണ്? ജാക്കോബിനുകളാണ്. ജാക്കോബിനുകൾക്ക് ഒരു നേതാവ് ഉണ്ടായിരുന്നു, റോബസ്പിയർ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ റോബസ്പിയർ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നുന്ന ആൾക്കാരെ എല്ലാവരെയും എന്ത് ചെയ്തു? ജാക്കോബിനുകൾ കൊന്നു തള്ളി. അതായത് തങ്ങൾക്കെതിരെ ഒരു വിപ്ലവം നയിക്കുമോ എന്ന് സംശയിച്ച ആൾക്കാരെ എല്ലാവരെയും ഈ പറഞ്ഞവർ കൊന്നു തള്ളി. അതിനെ പറയുന്നതാണ് ഫ്രാൻസിലെ ഭീകരവാഴ്ച. 1793-94 റെയിൻ ഓഫ് ടെറർ. അപ്പോൾ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ റെയിൻ ഓഫ് ടെറർ, ഭീകരവാഴ്ച എന്നൊക്കെ തന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിപ്ലവം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഏതാണ് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം, അല്ലെ. അപ്പോൾ ഭീകരവാഴ്ച എങ്ങനെ നടക്കുന്നു? സ്വാഭാവികമായിട്ടും ആൾക്കാർ, ഒരു കാലത്ത് ഫ്രഞ്ച് വിപ്ലവത്തിനെ അനുകൂലിച്ച ആൾക്കാർ തന്നെ ഇപ്പോൾ ജാക്കോബിനുകൾക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങി. കാരണം ജാക്കോബിനുകൾ ഇപ്പോൾ അത്രയും വലിയ ശല്യമാണ് ഫ്രാൻസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫ്രഞ്ച് വിപ്ലവത്തിനെ അനുകൂലിച്ച സാധാരണക്കാരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ജാക്കോബിനുകളുടെ ഭീകരവാഴ്ചക്കെതിരെ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അതിനെ പറയുന്നതാണ് തെർമിഡോർ റിയാക്ഷൻ. അപ്പോൾ ജാക്കോബിനുകളുടെ ഭീകരവാഴ്ച, അതിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികരണം, അതാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ തെർമിഡോർ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? തെർമിഡോർ റിയാക്ഷൻ. അങ്ങനെ ജാക്കോബിനുകളൊന്നും ഒതുങ്ങി. അതിനുശേഷം വേറൊരു ഭരണം ഫ്രാൻസിൽ വന്നു. അതിനെയാണ് നമ്മൾ ഡയറക്ടറി ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫ്രാൻസ് റിപ്പബ്ലിക്കായി. ലൂയി 16 വധിച്ചു. പിന്നെ ജാക്കോബിനുകൾക്ക് പ്രാധാന്യം കിട്ടി. അവരുടെ നേതൃത്വത്തിൽ ഒരു ഭീകരവാഴ്ച ഫ്രാൻസിലുണ്ടായി. ജനങ്ങൾ സംഘടിച്ചു. അതിൻ്റെ ഫലമായി തെർമിഡോർ റിയാക്ഷൻ്റെ ഫലമായിട്ട് ജാക്കോബിനുകൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. പുതിയൊരു ഭരണ സംവിധാനം ഫ്രാൻസിൽ വന്നു. ആ ഭരണ സംവിധാനമാണ് ഡയറക്ടറി ഭരണം. അപ്പോൾ ആ ഡയറക്ടറി ഭരണം കുറച്ചു കാലം ഇങ്ങനെ നീണ്ടു നിന്നു. അപ്പോഴേക്കും ഈ പറഞ്ഞ നെപ്പോളിയൻ അധികാരത്തിലോട്ട് വന്നു. ഡയറക്ടറി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിൽ നെപ്പോളിയൻ അധികാരത്തിൽ വന്നു. ഫ്രാൻസിൽ നെപ്പോളിയൻ അധികാരത്തിൽ വരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1799 ഫ്രാൻസിൽ നെപ്പോളിയൻ അധികാരത്തിൽ വരുന്നത് 1799. അപ്പോൾ ഫ്രാൻസിലെ ഡയറക്ടറി ഭരണത്തിന് അന്ത്യം കുറിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന് അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ്. നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് വേറെയും ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നോട്ടിനകത്ത് കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ഫ്രഞ്ച് വിപ്ലവമാണ് പഠിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിനകത്ത് പറയുന്നുള്ളൂ. നെപ്പോളിയൻ നമ്മുടെ സബ്ജക്റ്റ് അല്ല, പക്ഷേ നോട്ടിനകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്?
നെപ്പോളിയനാണ്. നെപ്പോളിയൻ ഡയറക്ടറി ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിൽ ഭരണത്തിൽ വരുന്നത് എപ്പോഴാണ്? 1799 1804 അയാൾ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ചക്രവർത്തിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വീണ്ടും ചക്രവർത്തി വരികയാണ് അല്ലെ. അപ്പോൾ എന്ത് മാറി? റിപ്പബ്ലിക് എന്നുള്ള കാഴ്ചപ്പാട് മാറി. അപ്പോൾ ഫ്രാൻസ് കുറച്ചു കാലം മാത്രമേ റിപ്പബ്ലിക് ആയിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ഇപ്പോൾ നെപ്പോളിയൻ അധികാരത്തിൽ വരികയാണ്. അതായത് രാജഭരണം എവിടെ വരുന്നു? ഫ്രാൻസിൽ വരുന്നു. അവിടെ പിള്ളേരുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കാര്യമുണ്ട്. ഫ്രാൻസിന്റെ കിരീടം അഴുക്ക് ചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അതെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വച്ചു. ഫ്രാൻസിന്റെ കിരീടം അഴുക്ക് ചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ അതെടുത്തു വൃത്തിയാക്കി എൻ്റെ തലയിൽ വച്ചു. ഇങ്ങനെ പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നെപ്പോളിയനാണ്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആള്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രാൻസിലെ തത്വചിന്തകർ അവിടെ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യം വരും. അതിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തത്വചിന്തകനാണ് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച തത്വചിന്തകർ ആരൊക്കെ എന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതിലൊരാളാണ് വോൾട്ടയർ, വേറൊരാളാണ് മൊണ്ടസ്ക്യൂ, വേറൊരാളാണ് ആര്? ജീൻ ജാക്വസ് റൂസോ അല്ലെ. അപ്പൊ അവരെ 3 പേരെയും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിൽ വോൾട്ടയർ എന്ന് പറയുന്ന ഒരു തത്വചിന്തകനിലോട്ട് വരാം. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയുണ്ട്, ദൈവമില്ലെങ്കിൽ നമ്മൾക്ക് ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും, ദൈവമില്ലെങ്കിൽ നമ്മൾക്ക് ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഫ്രാൻസിലെ തത്വചിന്തകൻ ആര് എന്ന് ചോദിച്ചാൽ അത് വോൾട്ടയർ ആണ്. പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കും. യുക്തിചിന്ത, പൗരോഹിത്യ വിമർശനം എന്നീ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പൗരോഹിത്യ വിമർശനത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ട ഫ്രഞ്ച് തത്വചിന്തകൻ ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? വോൾട്ടയർ ആണ് അല്ലെ. യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിക്കുക, പൗരോഹിത്യ വിമർശനം, ഇതൊക്കെയായിരുന്നു ഈ പറഞ്ഞ വോൾട്ടയറുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അദ്ദേഹം ഒരിക്കലും പൗരോഹിത്യത്തെ എന്ത് ചെയ്തില്ല? അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പൗരോഹിത്യത്തെ അംഗീകരിക്കാത്ത യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിച്ച ഫ്രാൻസിലെ തത്വചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വോൾട്ടയർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വോൾട്ടയറുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ദ ഏജ് ഓഫ് ലൂയി 16. ദ ഏജ് ഓഫ് ലൂയി 16 എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് വോൾട്ടയർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു തത്വചിന്തകൻ, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പരിചയപ്പെട്ടു, മൊണ്ടസ്ക്യൂ. നിയന്ത്രിത രാജവാഴ്ചയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിച്ച തത്വചിന്തകൻ. നിയന്ത്രിത രാജവാഴ്ച, രാജാവ് വേണ്ടെന്നല്ല, രാജാവായിക്കോട്ടെ, പക്ഷെ രാജാവിന് കുറച്ച് അധികാരം മതി. നിയന്ത്രിത രാജവാഴ്ച, ജനാധിപത്യം, അതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ ഫ്രാൻസിലെ തത്വചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ മൊണ്ടസ്ക്യൂ ആണ്. യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും പൗരോഹിത്യത്തെ വിമർശിക്കുകയും ചെയ്ത തത്വചിന്തകനാണ് വോൾട്ടയർ. അതേസമയം നിയന്ത്രിത രാജവാഴ്ചയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊണ്ട ഫ്രാൻസിലെ തത്വചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ മൊണ്ടസ്ക്യൂ ആണ്. മൊണ്ടസ്ക്യൂവിൻ്റെ കാര്യത്തിൽ ഓർത്ത് വയ്ക്കേണ്ട ഒരു കൃതിയുണ്ട്, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? സ്പിരിറ്റ് ഓഫ് ലാസ്. അതായത് ഈ പറഞ്ഞ നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. സ്പിരിറ്റ് ഓഫ് ലാസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് മൊണ്ടസ്ക്യൂ ആണ്. അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന തത്വചിന്തകൻ ആരാണ്? റൂസോയാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, ഇന്നവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ്. ഈ പറഞ്ഞ ഉദ്ധരണി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റൂസോയുമായി ബന്ധപ്പെട്ടതാണ്. റൂസോ പറഞ്ഞ വാക്കുകളാണ് അല്ലെ. ഇനി അവിടെ റൂസോയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, വളരെ പ്രസിദ്ധമാണ്, സോഷ്യൽ കോൺട്രാക്ട്. മലയാളത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ ഉടമ്പടി കരാർ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റൂസോയാണ്. അപ്പോൾ റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. റൂസോയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക ഉടമ്പടി കരാർ അല്ലെങ്കിൽ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? റൂസോയുടെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് റൂസോയുടെ ആത്മകഥാപരമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, കുംഭസാരം എന്നാണ് അതിൻ്റെ പേര്.
റൂസോയുടെ ആത്മകഥാപരമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, കുംഭസാരം, കൺഫെഷൻസ്. ഏതാണ് കൺഫെഷൻസ് അഥവാ കുംഭസാരം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? റൂസോയുടെ കൃതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് റൂസോയുടെ വിദ്യാഭ്യാസ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് എമിലി. നിങ്ങൾ ബി.എഡിനോ അല്ലെങ്കിൽ ടി.ടി.സിക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ കൃതി പരിചയപ്പെട്ട് കാണും. റൂസോയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതിയാണ് എമിലി. റൂസോയുടെ ആത്മകഥാപരമായുള്ള കൃതിയാണ് കൺഫെഷൻസ്. നമുക്കിവിടെ അത് അത്രത്തോളം പ്രാധാന്യമുള്ളതല്ല. നമുക്ക് ഏറ്റവും പ്രാധാന്യം ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട്. അപ്പോൾ ആ 3 തത്വചിന്തകരെ പരിചയപ്പെട്ട് വയ്ക്കുക, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, അവരുടെ ആശയങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയ SCERT പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദി ഫീമെയിൽ സിറ്റിസൺ. ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. പുതിയ SCERT പുസ്തകത്തിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദി ഫീമെയിൽ സിറ്റിസൺ. വനിതകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വനിതകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം. ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദി ഫീമെയിൽ സിറ്റിസൺ എന്നുള്ള പുസ്തകം രചിച്ച വനിത. അങ്ങനെ ഒരു പുസ്തകം രചിച്ച വനിത, അവിടുത്തെ ഒരു ഫെമിനിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഒളിമ്പ് ദേ ഗൂഷ്. ഒളിമ്പ് ദേ ഗൂഷ്. അപ്പോൾ ആ പുസ്തകം പ്രധാനമാണ് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദി ഫീമെയിൽ സിറ്റിസൺ. ഒളിമ്പ് ദേ ഗൂഷ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. വേൾഡ് ഹിസ്റ്ററി, നമ്മുടെ വിപ്ലവങ്ങളുടെ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്, മുമ്പ് ചോദിച്ചിട്ടുമുണ്ട്. 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനാണ്. ആരാണ്? ജോൺ ലോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനകത്തുള്ളത് ആരുടെ ആശയങ്ങളാണെന്ന് പറഞ്ഞു? ജോൺ ലോക്കിൻ്റെ ആശയങ്ങളാണെന്ന് പറഞ്ഞു. ആ പുസ്തകം ശ്രദ്ധിച്ചു വെക്കണം, 2 ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തോമസ് പെയിൻ എന്ന് പറയുന്നയാൾ, അയാൾ ഒരു ബ്രിട്ടീഷ് സാഹിത്യകാരനാണ്. തോമസ് പെയിൻ എഴുതിയ പുസ്തകമാണ് ഹ്യൂമൻ റൈറ്റ്സ്. അല്ലെ, തോമസ് പെയിൻ എന്നുള്ള പേര് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. എവിടെയാണ്? അമേരിക്കൻ വിപ്ലവം പഠിച്ച സമയത്താണ്. അല്ലെ, അമേരിക്കൻ വിപ്ലവം പഠിച്ച സമയത്ത് നമ്മൾ തോമസ് പെയിൻ ഈ പറഞ്ഞ ഒരു പാംലെറ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു പാംലെറ്റ് ഉണ്ടെന്ന് പഠിച്ചായിരുന്നു. അല്ലെ, കോമൺ സെൻസ് എന്നാണ് ആ പാംലെറ്റിന്റെ പേര്. അല്ലെ, ആ കോമൺ സെൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വിപ്ലവത്തിന് പ്രചോദനമായിട്ടുള്ള പാംലെറ്റ് അത് രചിച്ചതാരാണ്? അത് ഈ പറഞ്ഞ തോമസ് പെയിൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് തോമസ് പെയിൻ രചിച്ച ഈ പറഞ്ഞ ഒരു പുസ്തകമാണ് ഹ്യൂമൻ റൈറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു പുസ്തകമാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം, റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഫ്രഞ്ച് വിപ്ലവത്തെ നിശിതമായി വിമർശിക്കുന്ന ഒരു പുസ്തകമാണ്. റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. ആ പറഞ്ഞ പുസ്തകം എഴുതിയത് അതും ഈ പറഞ്ഞ ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനാണ്, എഡ്മണ്ട് ബർക്ക്. ആരാണ്? എഡ്മണ്ട് ബർക്ക് തത്വചിന്തകനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനുമാണ്. ആര്? എഡ്മണ്ട് ബർക്ക്. അപ്പോൾ റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. എഴുതിയത് ആരാണ്? എഡ്മണ്ട് ബർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് എ ടെയിൽ ഓഫ് 2 സിറ്റീസ്. എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സാഹിത്യകൃതിയാണ് എ ടെയിൽ ഓഫ് 2 സിറ്റീസ്. ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ ചാൾസ് ഡിക്കൻസ് ആണ്. ആരാണ്? ചാൾസ് ഡിക്കൻസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ജേണൽ പരിചയപ്പെടാം. ജേണൽ അല്ലെങ്കിൽ പത്രം, ഒരു ജേണൽ പരിചയപ്പെടാം, ദ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ദ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദ ഫ്രണ്ട് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാക്കോബിയൻ ക്ലബ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ,
പാർലമെന്റിലെ വളരെ തീവ്രവാദ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു വിഭാഗം ജാക്കോബിയനുകൾ അല്ലെ, ആ ജാക്കോബിയനുകളുടെ പത്രമാണ് അല്ലെങ്കിൽ ജേണലാണ് ദ ഫ്രണ്ട് ഓഫ് പീപ്പിൾ അല്ലെ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ജാക്കോബിനുകളുടെ പത്രമായിട്ട് അല്ലെങ്കിൽ ജാക്കോബിനുകളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം ജേണൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ദ ഫ്രണ്ട് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ജേണലാണ്. അത് പ്രസിദ്ധീകരിച്ചിരുന്ന ആളുടെ പേര് കൂടി ഓർത്തു വെക്കണം, ജീൻ പോൾ മാരിയറ്റ്. എന്താണ്? ജീൻ പോൾ മാരിയറ്റ്. അപ്പോൾ ആ പേര് ശ്രദ്ധിക്കണം. എനിക്കറിയാം ഇത് കേട്ട ഉടനെ നിങ്ങൾ പഠിക്കത്തില്ല, അതെല്ലാം ഈ പറഞ്ഞ മനസ്സിലോട്ട് വരത്തുമില്ല. പക്ഷേ ഇത് വീണ്ടും കേൾക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, വായിച്ച് പഠിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? വളരെ വിശാലമായിട്ടുള്ള ഒരു കാര്യം വളരെ ചുരുങ്ങിയ പോയിന്റുകളിലോട്ട് നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളല്ല ഇവിടെ പഠിക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരുപാട് മാർക്കിന് ചോദ്യങ്ങളില്ല. അപ്പോൾ അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സമയം എടുത്ത് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അത് പഠിച്ചേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആവേശം മൂത്ത് ജാക്കോബിയൻ ക്ലബിൽ അംഗമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഭരണാധികാരിയുണ്ട്. ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഫ്രഞ്ച് വിപ്ലവം വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആവേശം പൂണ്ട ഒരു ഇന്ത്യൻ ഭരണാധികാരിയുണ്ട്. ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജാക്കോബിനുകളുടെ ആശയങ്ങളോട് ഒരുപാട് യോജിച്ചിരുന്ന, ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവം വിജയിച്ചപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത്, ടിപ്പു സുൽത്താൻ്റെ രാജ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയിലാണ്, ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന ആ തലസ്ഥാന നഗരിയിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വിജയത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്ന ഒരു വൃക്ഷം തൻ്റെ തലസ്ഥാനത്ത് സ്ഥാപിച്ച ഭരണാധികാരി, ഇന്ത്യൻ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താനാണ്. ശ്രീരംഗപട്ടണത്താണ്. അദ്ദേഹം ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം വരും. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്, ഒരു ഉദ്ധരണിയുണ്ട്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിൻ്റെ പ്രാധാന്യമാണ്. യൂറോപ്പ് എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന വാക്കാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം വരും എന്ന് പറഞ്ഞത് ഒരു ഓസ്ട്രിയൻ ഭരണാധികാരിയാണ്. ഒരു ഓസ്ട്രിയൻ ഭരണാധികാരി, ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയൻ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏത്? മെറ്റേണിക്. എന്താണ്? മെറ്റേണിക്. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം വരും എന്ന ഉദ്ധരണി ആരുടേതെന്ന് ചോദിച്ചാൽ മെറ്റേണിക്കിൻ്റെതാണ്. ആരാണ്? ലാവോസിയ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞനാണ്. ആര്? ലാവോസിയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ക്ലാസ്സിനകത്ത് പറഞ്ഞുള്ളൂ. ഇത്രയല്ല, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അത് നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കാം. നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകം വായിച്ചാൽ മതി. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം ആ വേൾഡ് ഹിസ്റ്ററി നമ്മൾ തന്നിട്ടുള്ള പുസ്തകം നിങ്ങളൊന്ന് വായിച്ചാൽ ആ കാര്യം അവിടെ സെറ്റാവും. അതോടുകൂടി ആ പ്രശ്നം തീരും, പെട്ടെന്ന് പഠിച്ചു പോകാനും പറ്റും. ശരി, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണകരമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി ഈ ചാനലിനെ എത്തിക്കണം. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. അത് നിങ്ങൾ നിർവഹിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.